വളരെ സന്തോഷം തോന്നുന്നുണ്ട് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ. ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം എനിക്ക് ഈ തിരഞ്ഞെടുപ്പ് മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ പിൻവാങ്ങേണ്ടി വന്നൊരു വ്യക്തിയാണ് ഞാൻ. എന്നാലും ഏറെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. UDFൻ്റെ ഒരു പ്രതിനിധിയായി തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കുറച്ച് ദിവസങ്ങളാണെങ്കിലും ഈ ഒരു പ്രചരണമായിട്ട് എൻ്റെ കല്ലായി വാർഡിൽ എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രവർത്തനത്തിലൂടെ ഞാനെൻ്റെ ജീവിതത്തിൽ കാണാത്ത കുറേ മുഖങ്ങൾ എനിക്ക് കാണേണ്ടി വന്നിട്ടുണ്ട്. ദാരിദ്ര്യത്തിൻ്റെ വളരെ ദയനീയമായ കുറേ മുഖങ്ങൾ ഈ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള കല്ലായി എനിക്ക് ദർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ മൊത്തം കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ കോഴിക്കോട് നഗരം എന്ന് പറഞ്ഞ കലാസാംസ്കാരിക രംഗത്ത് ഏറെ മുന്നിൽ നിൽക്കുന്ന ഒരു നഗരമാണ്. ഇവിടെ നിന്നാണ്, ഈ മണ്ണിൽ നിന്നാണ് ഞാൻ എൻ്റെ കലാപ്രവർത്തനങ്ങൾക്കൊക്കെ തുടക്കമിട്ടത്. സിനിമയായാലും നാടകമായാലും അത്തരം കലാരംഗങ്ങൾക്കേറെ മുന്നിൽ നിൽക്കുന്ന കോഴിക്കോട് ഇവിടെ ഒരു നാടക കലാകാരൻ നാടകം അവതരിപ്പിക്കാനുള്ള ഒരു അരങ്ങ് പോലുമില്ലാത്ത ഒരു നഗരമാണ് കോഴിക്കോട്. എന്നെ സംബന്ധിച്ചിടത്തോളം കൊച്ചിയേക്കാളും തിരുവനന്തപുരത്തെക്കാളൊക്കെ എത്രയോ മുന്നിൽ നിൽക്കേണ്ട, വികസനത്തിൻ്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കേണ്ട ഒരു നഗരമാണ് കോഴിക്കോട്. കച്ചവട പാരമ്പര്യം ലോക ഭൂപടം എടുത്തു നോക്കിയാൽ അത്രയും കച്ചവട പാരമ്പര്യമുള്ള, വാണിജ്യ പ്രാധാന്യമുള്ള ഒരു നഗരമാണിത്. ആ നഗരം എന്ന് തോന്നിയോ അതിൽ തന്നെ നിൽക്കുകയാണ്. ഒരു വികസനമില്ലാത്ത, എല്ലാ രീതിയിലും വികസനത്തിൻ്റെ ഒരു പടവുകൾ കയറാതെ അറബിക്കടലിലേക്ക് നോക്കി ദുഃഖിച്ചു നിൽക്കുന്ന ഒരു കോഴിക്കോട് നഗരത്തെ എനിക്ക് കാണാൻ കഴിയുന്നു. ആ ദുഃഖം ഈ തവണയെങ്കിലും മാറ്റണം. അന്ധമായി ആരുടെയും മുഖം നോക്കി അന്ധമായി വോട്ട് കുത്തുന്ന രീതി മാറ്റേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. വികസനമാണ് നമ്മളുടെ ലക്ഷ്യം. ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് നമ്മുടെ ലക്ഷ്യം. ജനങ്ങളുടെ ഉന്നമനമാണ് നമ്മുടെ ലക്ഷ്യം. അതിലൊക്കെ നമ്മളും ഭാഗമാക്കാണ്, ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. നേരത്തെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ, പറയാതെ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഓരോ ദിവസവും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ തവണ നിങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് ഈ കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട. അതുകൊണ്ട് എല്ലാ രീതിയിലും നമുക്ക് അനുകൂലമായൊരു കാലാവസ്ഥയാണ്. അതുകൊണ്ട് ഹൃദയത്തോട് ചേർത്ത് വെച്ച്, ഈ നഗരത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ ഈ നഗരത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, ഈ നഗരത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി നമ്മളുടെ മനസ്സും ശരീരവും ഇതിനു വേണ്ടി സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ വിലയേറിയ ഓരോ വോട്ടും ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ചെയ്തുകൊണ്ട് നമ്മുടെ എല്ലാ സാരഥികളെയും, എല്ലാ മത്സരാർത്ഥികളെയും ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട് നിർത്തട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.